ഹലോ, ഇന്ന് ഞാൻ വന്നേക്കുന്നുണ്ടല്ലോ മീഷോയിൽ നിന്ന് മേടിച്ച ഒരു ബാഗ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. ടടേങ് 317 രൂപയ്ക്ക് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ബാഗാണ്. അടിപൊളിയല്ലേ? 317 രൂപയ്ക്ക് നല്ല ലുക്കാണ്, നല്ലൊരു ലക്ഷറി ലുക്കാണ്. ഇതിന് ഒരു ചെറിയ വള്ളി വരുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ജസ്റ്റ് തൂക്കി പിടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു വലിയ സ്ട്രാപ്പും വരുന്നുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പ്. അതിലൊക്കെ വൈറ്റ് കളറൊക്കെ ഇങ്ങനെ വന്നിട്ട് ബോർഡറൊക്കെ വന്നിട്ട് അടിപൊളിയാട്ടോ സംഭവം. ഫ്രണ്ടിലും ബാക്കിലൊന്നും വേറെ സിബ് ഓപ്പണിംഗ് ഒന്നുമില്ല, അതായത് കമ്പാർട്ട്മെന്റുകളൊന്നുമില്ല. പിന്നെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഇത് തുറക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് കാണാൻ പറ്റും. അവിടെ ഒരു പ്രസ് ബട്ടണാണ്, മാഗ്നറ്റിക് ബട്ടണാണ്. തുറക്കുമ്പം ഒരു കമ്പാർട്ട്മെന്റ് ഉള്ള പോലെ കാണും. പിന്നെ ഒരു സിബാണ്, സിബുള്ള ഒരു കമ്പാർട്ട്മെന്റ്. അതിനകത്ത് വേറെ ചെറുതൊന്നുമില്ല കേട്ടോ, പോക്കറ്റുകളോ പൗച്ചുകളോ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു മാഗ്നറ്റ് തുറക്കുമ്പം ഒരു കമ്പാർട്ട്മെന്റ് ഉള്ള പോലെ തോന്നും, പക്ഷെ ഇത് ശരിക്കും ഇതിനകത്തൂടെ ശരിക്കും പറഞ്ഞ ഈ അകത്ത് സിബുള്ള ഒരു കമ്പാർട്ട്മെന്റ് ഇല്ലേ, അത് നമുക്ക് പൊക്കാവുന്നതാണ്. എങ്ങനെയാ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുക. അതായത് കിട്ടി, ഇതിനകത്തൂടെ കയറ്റി നമുക്ക് ഇപ്പുറത്തൂടെ എടുക്കാൻ പറ്റും. മനസ്സിലായോ? അത് ഇതിനിടയിൽ കൂടെ ഇടുന്ന സാധനങ്ങൾ അപ്പുറത്തെ സൈഡിൽ വന്ന് കിടക്കും. അകത്ത് ആ സിബിന്റെ മാത്രമേ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടൊരു കമ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റത് ഇപ്പുറത്തൂടെ ഇട്ട് അപ്പുറത്തൂടെ എടുക്കുന്ന സൈസ് സാധനമാണ്. അത് ഇതിലൂടെയും കയറ്റെടുക്കാം, അപ്പുറത്തൂടെയും കയറ്റെടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിനകത്ത്. കമ്പാർട്ട്മെന്റ് ഒക്കെ പറയാനായിട്ട് പറയുവാണെങ്കിൽ, പക്ഷെ കാണാനുള്ള ലുക്ക് നോക്കിക്കോ എൻ്റെ പൊന്നോ. പിന്നെ വെള്ളയാണെന്നുള്ള ഒരു കുഴപ്പമുള്ളൂ. സൂക്ഷിച്ചും കണ്ട് ഉപയോഗിക്കുന്നവർക്ക് വെള്ള അടിപൊളിയാണ്, നല്ല രസമാണ്, നല്ല ലുക്കാണ്. ഇതിൻ്റെ 2 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ബ്ലാക്ക് വന്നിട്ട് ഈ ബേജ് വന്നതുണ്ട്. പിന്നെ ഒരു നല്ല ഡാർക്ക് ഗ്രീൻ വന്നിട്ട് ഇവിടെ ബേജ് വരും. ഈ കളറിന് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ബ്ലാക്ക് വന്നതും ഗ്രീൻ വന്നതും മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബ്ലാക്കും അടിപൊളിയാണെന്ന് തോന്നുന്നു. 317 രൂപയ്ക്കാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചത്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്ക് മേടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ആർക്കെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ചെറിയ ബുക്കോ ഫോണ് കൊടയൊക്കെ വെക്കാൻ പറ്റിയ സൈസ് ഉണ്ട്. വേണമെങ്കിൽ ഒരു ചെറിയ ലഞ്ച് ബോക്സും വെക്കാം. ഇത് സ്ലിംഗ് ബാഗ് അല്ല, അത്രയും ചെറുതുമല്ല, എന്നാൽ ഹാൻഡ് ബാഗിൻ്റെ അത്രയും വലുതുമല്ല, ഒരു മീഡിയം സൈസ് വരുന്ന ഒരു ബാഗാണ്. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും. ഇങ്ങനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റൂല. അതിന് നമ്മൾ ജസ്റ്റ് എക്സ്ട്രാ ഒരു പേഴ്സൊക്കെ അല്ലെങ്കിൽ വാലറ്റൊക്കെ ഉണ്ടെങ്കിലേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷെ ലുക്ക് വൈസ് 10 on 10 ആണ്, ഒരു രക്ഷയില്ലാത്ത ലുക്ക്. സാധാരണ എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കുന്നില്ല, ഒരു ചെരുപ്പ് എനിക്ക് കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെ. അപ്പോൾ ഇതേ മീഷോയിൽ നിന്ന് 166 രൂപയ്ക്ക് ഞാൻ മേടിച്ച ചെരുപ്പാട്ടോ ഇത്. എൻ്റെ പൊന്നെ, 166 രൂപയ്ക്ക് ഇത്രയും നല്ല ചെരുപ്പോ? നോക്കി, അടിപൊളി ക്വാളിറ്റിയാണ്, നല്ല കളറാണ്. ഇതിൻ്റെ തന്നെ ഉണ്ടല്ലോ ഒരു പൗഡർ ബ്ലൂ, അതെങ്ങനെയാ പറയണേ, പൗഡർ ബ്ലൂ എന്നാ പറയണെന്ന് എനിക്ക് തോന്നണേ. സ്കൈ ബ്ലൂ അല്ല, ഒരു സ്കൈ ബ്ലൂ അല്ലാത്തൊരു കളർ പോട്ടെ, പൗഡർ ബ്ലൂ കളറിലുള്ള ഒരു ഫുഡ് വെയറും കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ സെല്ലർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ഇവിടെയൊക്കെ ബ്ലൂ വരും, പിന്നെ ബേജ്, അങ്ങനെ എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നു. ഈ ലൈറ്റ് കളറിന് അവിടെ മൊത്തം ബ്ലൂ കളറ്, ചെരുപ്പ് മൊത്തം പൗഡർ ബ്ലൂ കളറ്, പിന്നെ ഈ 2 വള്ളി മാത്രം ബേജ് വരുന്നത്. ഞാൻ മേടിച്ചത് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ചെരുപ്പ് മേടിക്കാറുള്ളത് IND 6 ഞാൻ മേടിക്കുന്നത്. ഈ ചെരുപ്പും ഞാൻ IND 6 കൊടുത്ത് മേടിച്ചത്. പക്ഷേ ഇതെനിക്ക് വലുതാണ് വന്നേക്കുന്നത്. ഇതിനെ അവർ അയച്ചത് മാറിപ്പോയിട്ടാണോ അതോ അവരുടെ ഓരോരുത്തരുടെ സൈസിങ് ചാർട്ടിന്റെ ഡിഫറൻസ് ആണോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതെന്താണെങ്കിലും റിട്ടേൺ അടിച്ചിട്ട് എനിക്കിനി 5 മേടിക്കേണ്ടി വരും. കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും 6 മേടിക്കുന്നത്, എനിക്ക് കറക്റ്റാണ് 6. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല ഇപ്രാവശ്യം. അവർ അയച്ചപ്പോൾ വല്ലതും മാറിപ്പോയതായിരിക്കും ചിലപ്പോൾ, മേ ബി. എന്താണേലും ഇത് അയച്ചിട്ട് ഇനി 5 അയക്കുമ്പോൾ ഇവർ 5 അയച്ചു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാവുമല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ മേല. ചിലപ്പോൾ നമ്മൾ 5 അയക്കുമ്പോൾ അവർ പ്രോപ്പർ 5 ആയിരിക്കും അയച്ചു തന്നെ, അപ്പോൾ എനിക്ക് ടൈറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും ഈശ്വരാന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇവിടെ അമ്മയ്ക്ക് ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. നല്ല ആട്ടോ. ഇവിടെ ടോ ഹോൾഡ് ഇല്ല, പക്ഷെ എന്നാലും ഇത് അത്യാവശ്യം നല്ല കംഫർട്ടാണ്. കാക്കയുടെ ഒച്ച കംഫർട്ടാണ്, കാരണം 2 വള്ളിയൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇടാനും നല്ല സുഖമാണ്. മയമുള്ള ചെരുപ്പ് നല്ല ഉദ്ദേശം. ഈ കാലുവേദന ഉള്ളവർക്കൊന്നും പറ്റൂല, മയമൊന്നുമില്ല. പക്ഷെ അല്ലാതെ ഉള്ളവർക്ക് നല്ല രസമായിരിക്കും, നല്ല ചെരുപ്പാട്ടോ. അത്യാവശ്യം എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പോകുന്ന ഒരു ടൈപ്പ് ചെരുപ്പാണല്ലോ. ട്രഡീഷണലും അല്ല, വെസ്റ്റേണും അല്ല, ഓക്കെ, നല്ല ചുരിദാറിൻ്റെ കൂടെയുള്ള ജീൻസിൻ്റെ കൂടെയുള്ളതൊക്കെ അത്യാവശ്യം ഇടാൻ പറ്റും ഒരു ചെരുപ്പ്.
ഇപ്പം ഇടുന്നതിൻ്റെ കൂടെ ബാഗും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക് യു സോ മച്ച്. നന്ദി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഉണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ വാങ്ങാനുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ശരി, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.